സോ ഗായ്സ്, നിങ്ങൾ ഒരു കടയിൽ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ 3 സ്മാർട്ട് ഫോൺസ് നിങ്ങൾ കാണുകയാണ്. ഒരു ഫോണിൽ നിങ്ങൾക്ക് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, മറ്റെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്നാൽ നല്ലൊരു പ്രൊസറില്ല. അതായത് പെർഫോമൻസ് വൈസ് ആ ഒരു ഫോൺ കുറച്ച് സ്ലോ ആണ്. മറ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിലെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് വൈസ് നിങ്ങൾ ചൂസ് ചെയ്ത ആ ഒരു ഫോൺ സ്ലോ ആണെന്ന് വിചാരിക്കാം. അതുപോലെ മറ്റൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ കാണുന്നു, അതിൽ നിങ്ങൾക്ക് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും, നല്ല പെർഫോമൻസ് കിട്ടും, നല്ല പ്രൊസറാണുള്ളത്. അതുപോലെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്നാൽ ഡിസ്പ്ലേ മാത്രം കുറച്ച് കുറവാണ്. അതായത് ഒരു HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ നിങ്ങൾ മൂന്നാമത് വീണ്ടും ഒരു സ്മാർട്ട് ഫോൺ നോക്കുമ്പോൾ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഉണ്ട്, ഒപ്പം തന്നെ നല്ല പ്രൊസറും നല്ല പെർഫോമൻസും ഉണ്ട്, മറ്റെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്നാൽ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ്. അതായത് ഒരു 3500 mAh ബാറ്ററി മാത്രമാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഈ 3 സ്മാർട്ട് ഫോൺസും ഒരേ ബ്രാൻഡ് തന്നെയാണ്. എന്നാൽ ഇവർക്ക് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഒരൊറ്റ സ്മാർട്ട് ഫോൺ ആക്കി കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസും നല്ല ഡിസ്പ്ലേയും ഒപ്പം തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ ഉണ്ടായിക്കൂടെ നിങ്ങൾ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് തന്നെയാണ് നമ്മളിൽ പലരുടെയും ഉള്ളിലുള്ള സംശയം. എന്തിനാണ് ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ പല പല മോഡൽസ് ഇറക്കി അതിനകത്ത് കുറച്ചിനകത്ത് ഫീച്ചേഴ്സ് കുറച്ചും അതുപോലെ ചിലതിനകത്ത് ഫീച്ചേഴ്സ് ചിലത് കൂട്ടിയും കൊടുത്ത് ഞാൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്നതെന്ന്? ഇവർക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു നല്ല പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ട് ഇറക്കുകയാണെങ്കിൽ യൂസേഴ്സിനും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒത്തിരി മോഡൽസ് ഇറക്കി അതിന് പണം ചിലവാക്കേണ്ട ആവശ്യവും വരുന്നില്ല. സോ ഇതിനെപ്പറ്റിയുള്ള ഇതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു മിസ്റ്റർ DN യൂട്യൂബ് ചാനൽ. 1879 തോമസ് ആൽവ എഡിസൺ ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത്. അന്ന് അദ്ദേഹം അതിൽ യൂസ് ചെയ്ത ഫിലമെൻ്റ് എന്ന് പറയുന്നത് കോട്ടൺ ത്രെഡിൻ്റെ ആയിരുന്നു. ആ ഒരു ബൾബിൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 14 മണിക്കൂർ മാത്രമായിരുന്നു. പിന്നീട് പല കമ്പനികളും കാർബൺ, പ്ലാറ്റിനം, അതേപോലെ ടങ്സ്റ്റൺ ഒക്കെ വെച്ച് പുതിയ പുതിയ ഫിലമെൻറ്റുകൾ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഒരു ബൾബിൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2500 മാറുകയുണ്ടായി. സോ ഇങ്ങനെ 2500 മണിക്കൂർ ബൾബ് കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ പുതിയ പുതിയ ബൾബുകൾ വാങ്ങിക്കേണ്ടി വന്നിരുന്നില്ല. അങ്ങനെ ബൾബിൻ്റെ സെയിൽസ് ക്രമാതീതമായി കുത്തനെ കുറഞ്ഞു തുടങ്ങി. സോ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ബൾബ് കമ്പനികളെല്ലാം കൂടി ഒരു സീക്രട്ട് സൊസൈറ്റി ഫോം ചെയ്ത് അതിലൊരു തീരുമാനമെടുത്തു. അതായത് ഒരു ബൾബിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം 1000 മണിക്കൂറായിരിക്കണം. ഏതെങ്കിലും കമ്പനികൾ 1000 മണിക്കൂറിന് മുകളിൽ ഒരു ബൾബ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കത്തുന്ന ഓരോ മണിക്കൂറിനും ആ ഒരു കമ്പനി എക്സ്ട്രാ ഫൈൻ നമ്മുടെ ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് നൽകേണ്ടതുണ്ടായി. അതുപോലെ തന്നെ ആ ഒരു കമ്പനി സെല്ല് ചെയ്യുന്ന ഓരോ ബൾബിൻ്റെ ഓരോ യൂണിറ്റിനും എക്സ്ട്രാ ഫൈൻ പ്രത്യേകം വേറെ നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് നൽകേണ്ടി വന്നു. സോ ഇങ്ങനെ ഒരു വ്യവസ്ഥ വന്നതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും അവരുടെ എല്ലാ ബൾബിൻ്റെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1000 മണിക്കൂറോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയാക്കി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമാതീതമായി നമ്മുടെ ബൾബിൻ്റെ സെയിൽസ് കൂടി തുടങ്ങി. ഇങ്ങനെ കാലക്രമേണ നമ്മുടെ സാധനങ്ങളെ കേടാക്കുന്ന വിദ്യയ്ക്ക് പറയുന്ന പേരാണ് പ്ലാൻഡ് ഒബ്സോളസൻസ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിലെന്ന് പറയുന്നത് ഫ്രണ്ടും ബാക്ക് പാനലും ഒക്കെ പ്ലാസ്റ്റിക് ആയിരുന്നു. നമ്മളൊക്കെ കണ്ടുണ്ടാകും നമ്മുടെ പഴയ മൈക്രോമാക്സ് അതേപോലെ ലെനോവോ സ്മാർട്ട് ഫോണുകളിലൊക്കെ ബാക്ക് പാനലും ഫ്രണ്ട് പാനലും ഒക്കെ അന്ന് പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ താഴെ വീണ് പൊട്ടി സ്മാർട്ട് ഫോൺ ബണ്ടലാവുന്ന കേസുകൾ വളരെ വളരെ കുറവായിരുന്നു. ഇത് കമ്പനികൾക്ക് മനസ്സിലായി. അതിനുശേഷം പല കമ്പനികളും നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ ഫ്രണ്ട് പാനലും അതേപോലെ ബാക്ക് പാനലും ഗ്ലാസിൻ്റെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ തുടർച്ചയായി താഴെയിട്ട് ഫോൺ പൊട്ടി പുതിയ സ്മാർട്ട് ഫോൺസ് വീണ്ടും വാങ്ങിക്കുമ്പോൾ കമ്പനികൾക്ക് വീണ്ടും ലാഭം ഉണ്ടാകാൻ തുടങ്ങി. സോ ഇങ്ങനെ കമ്പനികൾ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ടി ഇതൊരു പ്രീമിയം ഫീച്ചറായി കൊണ്ടുവന്നു. അതായത് ഗൊറില്ല ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇൻവെൻറ്റ് ചെയ്ത് ഗൊറില്ല ഗ്ലാസ് 1, 2, 3, 4, 5 ഇപ്പോൾ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നിലവിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സോ അങ്ങനെ ആളുകൾ ഇതിനെ ഒരു പ്രീമിയം ഫീച്ചറായി കാണാൻ തുടങ്ങി. അതിൻ്റെ ആ പിന്നിലുള്ള ആ ഒരു കമ്പനികളുടെ കൊള്ള ലാഭത്തെ അവർ മറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ടെക്നോളജിയാണിത്. അതുപോലെ തന്നെ ഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫോണിന് പ്രീമിയം ലുക്ക് കിട്ടുമെന്ന ആ ഒരു മിത്തും നമ്മുടെ യൂസേഴ്സിൻ്റെ മനസ്സിലേക്ക് കമ്പനി അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പഴയ കാലത്ത് അതായത് ഒരു 10-12 വർഷം മുമ്പുള്ള സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് റിമൂവബിൾ ബാറ്ററികളായിരുന്നു. അതായത് നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങി ഒരു 2-3 വർഷം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററിയാണ് ഏറ്റവും എളുപ്പം ആദ്യം ബണ്ടലാവുന്നത്. സോ അങ്ങനെ ബാറ്ററി ബണ്ടലായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ അടുത്തുള്ളൊരു കടയിലേക്ക് ചെന്ന് പുതിയൊരു ബാറ്ററി വാങ്ങി നമുക്ക് സ്വന്തമായി തന്നെ റീപ്ലേസ് ചെയ്യാവുന്ന അവസ്ഥയായിരുന്നു പണ്ട് സ്മാർട്ട് ഫോണുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ ഇത് നോൺ റിമൂവബിൾ ബാറ്ററിയാക്കി മാറ്റുകയും അതുപോലെ തന്നെ യൂസേഴ്സിന് സ്വന്തമായിട്ടൊരിക്കലും ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാക്കി. ഇതിനെ കമ്പനികൾ പറയുന്നത് സ്മാർട്ട് ഫോണിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് എന്ന വ്യാജേനയാണ്. സോ കൊണ്ടാകുന്ന കമ്പനികളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ സർവീസ് സെൻ്ററുകൾ പലപ്പോഴും നമ്മുടെ ലൊക്കാലിറ്റിക്കകത്ത് ഉണ്ടാവണമെന്നില്ല.
എന്നാൽ നമ്മൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആവുകയും സർവീസ് കോസ്റ്റ് പ്രത്യേകമാവുകയും അതുപോലെ സർവീസ് സെൻ്ററിലേക്കുള്ള യാത്ര അതിൻ്റെ കോസ്റ്റ് ആവുകയും ഒക്കെ വരുന്നതിനാൽ തന്നെ തൊട്ടടുത്ത മൊബൈൽ ഷോപ്പിൽ നിന്ന് പുതിയൊരു മൊബൈൽ വാങ്ങിക്കാനാണ് ആളുകൾ കൂടുതലും ശ്രമിക്കുന്നത്. ഇങ്ങനെയും കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിച്ചു ഇങ്ങനെ ഒരു നോൺ റിമൂവബിൾ ബാറ്ററി എന്ന ടെക്നോളജി കൊണ്ടുവരുന്നതിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ ഫോണുകളിൽ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ. ഇപ്പോൾ പല കമ്പനികളും ഒരു ഫോൺ പുറത്തിറങ്ങുമ്പോൾ 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രോമിസ് ഒക്കെ വെച്ചാണ് പുറത്തിറക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യൂസേഴ്സ് വിചാരിക്കും ഈ ഒരു ഫോൺ മേടിച്ചാൽ നമുക്ക് 7 വർഷം വരെ സുഖമായിട്ട് യൂസ് ചെയ്യാമെന്ന്. എന്നാലും കൂടി പോയാൽ 3-4 വർഷം കഴിയുമ്പോൾ തന്നെ ഫോൺ അതിൻ്റെ തനി സ്വരൂപം കാണിച്ചു തുടങ്ങും. പിന്നീട് കിട്ടുന്ന അപ്ഡേറ്റുകളെല്ലാം ഫോണിനെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അതായത് ഫോണിൻ്റെ ഓരോ പെർഫോമൻസ് വൈസ് ഡീഗ്രേഡ് ഉണ്ടാക്കുക, ക്യാമറ ഡീഗ്രേഡ് ചെയ്യുക, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി തന്നെ ആ ഫോണിനെ അവർക്ക് നശിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ അവരുടെ പുതിയ മോഡലുകൾക്ക് അവർ സെയിൽസ് കൂട്ടും. സോ ഇതും യഥാർത്ഥത്തിൽ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു കേടാക്കാനുള്ളൊരു സംഭവത്തിൽ ഉൾപ്പെടുന്നതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രോമിസും. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിന് അവർക്ക് പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാനുള്ള ടൂളുകളെല്ലാം അവരുടെ കയ്യിൽ തന്നെയുണ്ട്. എന്നാൽ അവർ അതൊരിക്കലും ചെയ്യില്ല. ഇതിന് കാരണം എന്ന് പറയുന്നത് തന്നെ ഒരു പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ ഇറക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഒരു 10-12 വർഷമെങ്കിലും അത് സുഖമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് അവരുടെ പുതിയ മോഡൽസ് ഒരിക്കലും സെയിൽ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ സ്മാർട്ട് ഫോൺ കമ്പനികൾ പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ആ ഒരു സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പനികളും പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ ഇറക്കാത്തത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ടെക്നോളജി എന്ന മേഖലയിൽ ഒരിക്കലും ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പുതിയ ടെക്നോളജികൾ ഇൻവെൻറ്റ് ചെയ്യണമെങ്കിലും പുതിയ ഒരു ടെക്നോളജി പരമായിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ വരണമെങ്കിലും നമുക്ക് എന്താണ് വേണ്ടത്? ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആളുകൾ നമുക്ക് പുതിയൊരു ഇൻവെൻഷനിലേക്ക് ശ്രമിക്കില്ല. അതിനാൽ തന്നെ എപ്പോഴും ടെക്നോളജി മേഖലയിൽ പുതിയ ഇൻവെൻഷൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം, അതായത് പെർഫെക്റ്റ് അല്ലാതെ ആയിരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ഇൻവെൻഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുപോലത്തെ വലിയ ഘടന വേണ്ടിയെ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന ദീക്ഷണ സ്റ്റഡി ഔട്ട്.